നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാരും നമ്മൾ വന്നതിന്റെ സന്തോഷത്തിലാ. അതൊരു നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തിട്ട് പോകാൻ എളുപ്പമാ. അതിന് മനസ്സ് തോന്നിയില്ല. ഞാൻ കരുതി സച്ചേട്ടൻ ദേഷ്യത്തിലായിരിക്കും. ദേഷ്യപ്പെടാനൊന്നുമില്ലല്ലോ. സ്നേഹിക്കുന്നവരുടെ താല്പര്യത്തിന് നമ്മൾ എപ്പോഴും പരിഗണന കൊടുക്കണം. അതവരെ ബഹുമാനിക്കുന്നതിനും തിരിച്ച് സ്നേഹിക്കുന്നതിനും തുല്യമാണ്. ഇത്രയും വിശാലമായ മനസ്സുണ്ടല്ലേ സച്ചേട്ടന്? എനിക്ക് വിശാലമായ മനസ്സാണോന്നൊന്നും അറിയില്ല അർച്ചന. പലപ്പോഴും സ്നേഹിക്കുന്നവരെ സങ്കടപ്പെടുത്താനും അവരോട് നോ പറയാനും എനിക്ക് കഴിയില്ല. അത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടാ എല്ലാവരും പറയാറ്. സ്നേഹം ഒരു വീക്ക്നെസ് അല്ല സച്ചേട്ടാ, അതൊരു ക്വാളിറ്റിയാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സ്നേഹം അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതില്ല കാര്യം. നമ്മുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് ഒരുപാട് സങ്കടപ്പെടുത്തും. താൻ പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. സ്നേഹം, ആ വാക്കാണ് എന്നെ അലോസരപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ മനസ്സിലെ വിഷമം പറഞ്ഞു. മോളെ, അതെ, ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഒരു ചെറിയ കാര്യത്തിനാണ്. ചെറുതാണോ വലുതാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് അത് വലുതാണ്. എന്താ ഞങ്ങൾ ചിന്തിക്കാത്തൊരു ബന്ധവാ മോനിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. നാട്ടുംപുറത്തെ ഒരു സാധാരണ സ്കൂൾ മാഷിന് ആഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറം സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര ഭാഗ്യമാണ് നെല്ലിശ്ശേരിയിലെ മകനെ ഒരു മരുമകനായി കിട്ടിയത്. വലിയ ആർഭാടത്തോടെ ഞങ്ങളുടെ മോടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് പണമോ സ്വത്തോ ഒന്നുമല്ല വേണ്ടത്. നല്ല മനസ്സുള്ള സൽസ്വഭാവിയായ ഒരു ഭർത്താവിനെ ഞങ്ങളുടെ മകൾക്ക് കിട്ടി. ഇതിൽ പരൊരു സന്തോഷവും സമാധാനവും വേറെയില്ല. എന്റെ പൊന്നു മാഷെ വെറുതെ കാട് കയറണ്ട. ഞങ്ങളിതാ ഇത് തരാനാ വന്നത്. ഒരു ചെറിയ മാലയാ, മോനിത് വാങ്ങണം. ഇതിപ്പോ എന്തിനാ? എനിക്ക് വേണ്ട. ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. മോനെ, അങ്ങനെ പറയരുത്. ഞങ്ങളെ വളരെ ആഗ്രഹിച്ച് വാങ്ങിയതാ. കല്യാണത്തിനോ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന്റെ സങ്കടം ഉള്ളിൽ കിടപ്പുണ്ട്. മോനത് വാങ്ങണം. വേണ്ടെന്ന് മാത്രം പറയരുത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ ജീവിച്ചു പോയവരാ ഞങ്ങള്. അതിൻ്റെതായ പരിമിതികളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. മോന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ സമ്മാനം ഒന്നുമല്ല എന്നറിയാം. അയ്യോ അച്ഛാ, ഇങ്ങനൊന്നും പറയരുത്. അത് വാങ്ങി സച്ചേട്ടാ, അച്ഛനും അമ്മയും സ്നേഹത്തോടെ തരുന്നല്ലേ. സന്തോഷമായി മോനെ. ആ കമലേ, എനിക്ക് കടുപ്പത്തിലൊരു കാര്യം. അതിപ്പോഴല്ലേ കുടിച്ചത്? നീ ഇങ്ങോട്ട് വന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.